രൂപയാണ് എനിക്ക് ഫസ്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. സെക്കൻഡ് തിങ്, ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ആൾക്ക് ഓർക്കണം. അപ്പോൾ കുടിയും വലിയൊക്കെ ഉള്ളവരുടെ ശരീരം എന്തായിരിക്കും. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കേട്ടോ നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നിർത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഈ റോഡിൻ്റെ മൈക്ക് 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ വാങ്ങി അന്ന് തുടങ്ങി ഒരു യൂസും എനിക്ക് ഇതുകൊണ്ട് കിട്ടിയിട്ടില്ല. മീൻസ് ഒരു സാധനം കംപ്ലയിൻറ്റ് ആയ കടയിൽ പോയിട്ട് പറഞ്ഞ് പിന്നെ അത് അങ്ങനെ ചെല്ലാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് അത്യാവശ്യം വന്ന് നോക്കിയപ്പോൾ ഇത് കുറേ നാളായിട്ട് വർക്ക് ചെയ്യില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ശരിയാവണില്ല. അവരിവരൊക്കെ കാണിച്ചു നോക്കി. ലാസ്റ്റ് ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് 2 കൽപ്പിച്ച് പോയി. വാറണ്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടായാലും ചെയ്യാമെന്ന് ഓർത്ത് പോയതാണ്. എൻ്റെ ദൈവാനുഗ്രഹത്തിന് ആ ഷോപ്പിൽ പോയപ്പോൾ നല്ല വർക്കിംഗ് ആയിരുന്നു. എന്തോ ഒരു ചെറിയൊരു നമ്മൾ കോഡ് കണക്ട് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ എനിക്കിത് വർക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷം. സെക്കൻഡ് തിങ്, ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ആൾക്ക് വരുമാനം കിട്ടിയേക്കാണ്. ഇത്രയും നാൾ ചെയ്തതിൻ്റെയൊക്കെ ഇപ്പോഴാണ് എലിജിബിളായിട്ട് ആൾക്ക് ചാനൽ ആക്റ്റീവായിട്ട് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും. അത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, നമ്മൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടൊക്കെയാണ് ആൾക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഫസ്റ്റ് ഇത് കിട്ടിയപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി ഇന്ന് നമുക്ക് വന്നൊരു ഫിലിം കാണാൻ പോവുക. അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ ഓർത്തേ. പക്ഷേ രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി പിന്നെ അവിടെ നിന്ന് കുട്ടികളുടെ കുർബാനയ്ക്ക് കൂടിയോണ്ട് പിള്ളേരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഷൈ, എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ആരെങ്കിലൊക്കെ എന്നെ തിരിച്ചറിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒളിച്ചാണ് ഞാൻ തന്നെ ഷാളിട്ട് കവർ ചെയ്ത പള്ളിയിൽ പോയത്. വേറെ കണ്ട ഭയങ്കരമായിട്ട് ഓടി വരുമെന്നല്ല കേട്ടോ, പക്ഷെ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം, എന്നെ സ്നേഹിക്കണമെന്ന് ഓർത്ത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതായത് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്, അയ്യോ അവരെന്തായിരിക്കും എന്നെപ്പറ്റി വിചാരിക്കുക, അങ്ങനെ ഇരിക്കും അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അലമ്പാക്കണോണ്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും പള്ളിയിൽ പോകണോ രാവിലത്തെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് പറ്റുന്ന പോലെ വിഷ്വൽ എടുക്കാം. എന്തായാലും മൈക്കും വർക്ക് ചെയ്ത് ചേച്ചിയുടെ യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടും. അങ്ങനെ ഡബിൾ ഹാപ്പിയിൽ നിൽക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ഡ്രസ്സാണെങ്കിൽ എപ്പോഴും എന്നെ ട്രഡീഷണലാണ് കാണുന്നത്, എപ്പോഴും ചുരിദാറാണ്. അങ്ങനെ കുറേ ഇതൊക്കെ കേട്ടു. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് മാത്രം ഞാൻ ഓർഡർ ചെയ്തൊരു 7 ഓർഡർ ചെയ്തൊരു വെസ്റ്റേൺ വെയർ ആണ്. അപ്പോൾ അതൊക്കെ ഇടാന്നുള്ളൊരു മൈൻഡിലാണ്. സോ വേഗം കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ട് അത് കാണിക്കാം. ഓക്കെ, ഞാൻ കുളി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും എത്തിയിട്ടുണ്ടായിട്ടോ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അഫ്കോഴ്സ് കുറേ മാറ്റേഴ്സിൽ നിങ്ങളോട് താങ്ക്സ് പറയാനുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റെമ്യൂണറേഷൻ എനിക്ക് പറയാവുന്നൊന്നും അറിയില്ല. 10,000 രൂപയാണ് എനിക്ക് ഫസ്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. 10,000 ഉണ്ടായിരുന്നില്ല, 7,000 സംതിങ് എന്തോ. കാര്യം $100 ആകുമ്പോഴായിരുന്നു. ഇപ്പോൾ ക്രൈറ്റീരിയാസ് മാറിയോന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെർ മന്ത് നമ്മൾ മിനിമം $100 ഏൺ ചെയ്യണം. അപ്പോഴേ നമുക്ക് പൈസയുടെ നെക്സ്റ്റ് മന്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഡോളറിന് 78 രൂപ എന്തായിരുന്നു, $1 78 79 അങ്ങനെ എന്തായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 85 86 ആയെന്ന് തോന്നുന്നു. അത് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അപ്പോൾ എനിക്ക് 7,000 സംതിങ് 6,000 അങ്ങനത്തെ ഏതൊരു എമൗണ്ട്, ഞാൻ പക്ഷേ 10,000 എന്നാണ് റൗണ്ട് ചെയ്തിട്ടേക്കണേ. ആ ഒരു എമൗണ്ടാണ് ഫസ്റ്റായിട്ട് ക്രെഡിറ്റ് ആയത്. അപ്പോൾ നമ്മൾ അമ്മച്ചിക്ക് നിർബന്ധം ഫസ്റ്റ് വരുമാനം ദൈവത്തിന് നമ്മൾ കൊടുക്കണം. ദൈവത്തിൻ്റെ വേലയ്ക്ക് എന്തിനെങ്കിലും ആയിട്ട് അനാഥാലയത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ, അല്ലെങ്കിൽ പള്ളിയിലോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനും പിന്നെ വീട്ടുകാർക്കും കൊടുത്ത് അങ്ങനെ ഭയങ്കര നമുക്ക് 10 കോടി രൂപ കയ്യിൽ കിട്ടിയ സന്തോഷം വരുന്നത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റത്തെ ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതേപോലെ ചേച്ചിക്കും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഫസ്റ്റായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ടാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാനായിട്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പൊതുവേ സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ല, അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻസ് ഇഷ്ടപ്പെടുന്നവരല്ല. ഇപ്പോൾ ചിലർ പ്ലേ ബട്ടൺസ് കിട്ടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യും, ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യും, അങ്ങനെ ഭയങ്കരമായിട്ടും സെലിബ്രേഷൻസ് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. നമ്മൾ ഫാമിലിയിൽ പൊതുവേ 4 പേർക്കും സെലിബ്രേഷൻ മൈൻഡ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 1 മില്യൺ 2 മില്യൺ ഒക്കെ അടിക്കുമ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാത്തത്, ഇങ്ങനത്തെ പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്തത്. ബർത്ത്ഡേസ് പോലും എന്നെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും എന്തെങ്കിലും സർപ്രൈസ് പോലെ വെച്ചാണ്ട് ഞാനായിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ ഇല്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. ഇപ്പോൾ സീരീസുകളിലൂടെയാണ് യൂട്യൂബ് ചാനൽ എൻ്റെ ശരിക്കും വർക്കായത്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ റീക്രിയേഷൻ വീഡിയോസ് കാര്യങ്ങൾ, യൂട്യൂബ് സീരീസിലൂടെയാണ്. അപ്പോൾ അതൊരിക്കലും ഞാൻ നിർത്തിക്കളയില്ല. നമുക്ക് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മൈഗ്രെയിൻ, ഈ തലവേദനയുടെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് ഏറെക്കുറെ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ടൊക്കെ ആയിട്ട്. അതുകൊണ്ട് ആരെയും ഇതിൽ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നല്ലൊരു ശരീരം തന്നതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കണം, അപ്പോൾ കുടിയും വലിയൊക്കെ ഉള്ളവരുടെ ശരീരം എന്തായിരിക്കും. നമ്മൾ മര്യാദയ്ക്ക് ഫുഡും വെള്ളം കഴിക്കാൻ
കഴിക്കാഞ്ഞിട്ട് തന്നെ നമുക്ക് ഇത്രയും രോഗങ്ങളാണെങ്കിൽ അങ്ങനത്തെയൊക്കെ ഹാബിറ്റ്സ് ഉള്ളവർ മാക്സിമം അതൊക്കെ കുറയ്ക്കാനും നിർത്താനൊക്കെ ശ്രമിക്കണം കേട്ടോ. കാര്യം നമുക്ക് ആരോഗ്യം പോയി കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. നമ്മളൊന്നിനും കൊള്ളാത്തവരായി മാറും. മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കിപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടിയും വലിയെന്നൊക്കെ പറഞ്ഞാൽ അത്രയും അസുഖങ്ങൾ നമുക്ക് ഭാവിയിൽ വരും അത്. അപ്പോൾ അതൊക്കെ ഉള്ളവരാണെങ്കിൽ സ്നേഹം കൊണ്ട് പറയാണ്, പറ്റുന്നവരാണെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാതെ ഓരോ പേഴ്സണൽ ചോയ്സ് ആണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ വരായികളൊക്കെ. അപ്പോൾ എന്തായാലും ഈ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്ക് പോവാം. യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി. അതെ, സന്തോഷം. അപ്പൊ അതിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പോണേ ഫാമിലിക്ക്. അപ്പൊ എല്ലാരോടും ഒത്തിരി താങ്ക്സ്. അപ്പം മഞ്ജുവിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ മനുവിനെയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മൈ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഡ്രസ് സെൻസ് അത്ര ഇല്ലല്ലേ എന്നും പറഞ്ഞ്. ഞാനതിന് റിപ്ലൈ കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് വേണ്ടി സംസാരിച്ച് ഒരുപാട് പേര് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിട്ട്. അതെ, സത്യമായിട്ടും ഡ്രസ് സെൻസിൽ അങ്ങനെ ഒരു സെൻസ് ഉണ്ട് ഇല്ല എന്നൊരു സംഭവം ഇല്ല. നമ്മൾ എന്തിടുന്നു അത് നമ്മുടെ കംഫർട്ടാണ്. എക്സ്ട്രീം മോഡേൺ വേഷം ഇടുന്നവർ മോശം ആൾക്കാരാണോ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയർ ഇടുന്നവർ നല്ലവരാണോ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഏതാണോ അതാണ് നമ്മൾ ഇടേണ്ടത്. അവിടെ നമ്മുടെ ശരികളാണ്, നമ്മുടെ സെൻസാണ്, നമ്മുടെ കംഫർട്ടബിളാണ്. അത് പറഞ്ഞു വരുമ്പോൾ ബൈ ദ ബൈ ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ എന്നൊക്കെ നന്നായിട്ടുണ്ട്. നല്ല കോൺഫിഡൻസ് കൊടുക്കത്തെ ഡ്രസ്സൊക്കെ നല്ല കോൺഫിഡൻസ് വേണമെന്ന് ഞാൻ എൻ്റെ കേസാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഞാൻ ഇങ്ങനത്തെ ഇടാത്തത് കൊണ്ട് സെൻട്രൽ സ്ക്വയറിൽ കൂടെ ഞാൻ മറ്റേ ജഗതി ശ്രീകുമാർ പുലിവാൽ കല്യാണത്തിൽ അവാർഡ് ഷോയ്ക്ക് ഇരിക്കണ പോലെ അയ്യോ ആരും എന്നെ നോക്കില്ലേ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട്, മീൻസ് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ചും കൂടി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതായിട്ട് ഇണങ്ങി ചേരാനായിട്ട് തുടങ്ങും. അതിൻ്റെ പഴി വന്ന് പതിക്കുന്നത് എല്ലായ്പ്പോഴും പരമോന്നതമായ നീതിപീഠത്തിൻ്റെ വിശ്വാസീയതയിലേക്കാണ്. ഓരോ മനുഷ്യനും വിധികർത്താക്കളായി മാറിയ ഈ കാലഘട്ടത്തിൽ നീതി നിർവഹണം കോടതികളുടെ മാത്രം ബാധ്യതയായിത്തീരുന്നു. ചേച്ചി നമുക്ക് ഏറ്റവും അടിപൊളി സ്ഥലം തരാനായിട്ട് ഫിലിം തിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിലെ സെൻറ്റർ പൊസിഷനൊക്കെ ഉണ്ടോ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി പെട്ട പാട് മറ്റേ അമ്മച്ചിക്ക് കാലിന് കുറച്ച് വേനയും കൂടി ഉള്ളതുകൊണ്ട് ഒരു മല കയറി ഇറങ്ങണ പോലെ ആൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതാണെങ്കിൽ അതിലും വിറ്റ് നമ്മൾ എവിടെ കാറ് പാർക്ക് ചെയ്തെന്ന് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. B1 ആണ്, B2 ആണ്, B3 ആണ്. എന്നിട്ട് നമ്മൾ B2 ഇറങ്ങിയിട്ട് പിന്നെ കാറ് തപ്പിയുള്ള നടപ്പത് അവസാനം കണ്ടു കിട്ടി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നേ? നന്നായിട്ടുണ്ടായി. മോളെ സിനിമ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായി? അപ്പ സിനിമ എങ്ങനെ ഉണ്ടായി? അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ. അടിപൊളി പടം. ഇഷ്ടപ്പെട്ടാ? എനിക്ക് പിന്നെ 95% സിനിമകൾ ഇഷ്ടമായിരിക്കും. ഈ കുടി, വലി, ഗുണ്ടായിസം ഇതിനെയൊക്കെ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്ന പടങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ആ ഒരു ദിവസം കഴിയും. താങ്ക് യു മോളെ ട്രീറ്റ് തന്നതിന്. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ടാറ്റാ.